JEE മെയിൻ ഫേസ് 1 2026 ജാനുവരി 23 ഷിഫ്റ്റ് 2 കെമിസ്ട്രി ക്വസ്റ്റൻസ് അനലൈസ് ചെയ്യുന്നു. ഇതിൽ 13ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് ട്രൂ അബൌട്ട് XeO2F2? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. XeO2F2 എന്ന മോളിക്യൂളിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി, ഹൈബ്രിഡൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ VSEPR തിയറി നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് ഷേപ്പിനെ പറ്റിയാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ XeO2F2ൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. XeO2F2ന് ഒരു സീസോ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. XeO2F2 എന്ന് പറയുമ്പോഴത്തേക്കും 2 ഓക്സിജനും ഒരു ലോൺ പെയറും ഇക്വറ്റോറിയൽ പ്ലെയിനിലുണ്ടാവും. 2 ഫ്ലൂറിനാറ്റം ഇങ്ങനെ ആക്സിയൽ ഡയറക്ഷനിലുണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ്. 2 ഫ്ലൂറിൻ ആക്സിയൽ ഡയറക്ഷനിൽ, ബാക്കി ഇക്വറ്റോറിയൽ ലൊക്കേഷനിൽ 2 ഓക്സിജൻ ഒരു ലോൺ പെയർ. ഇതാണ് നമ്മുടെ XeO2F2ൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നോട്ട് ട്രൂ എന്നാണ് ചോദ്യം. ഇവിടെ നോട്ട് ട്രൂ. ഇറ്റ് ഹാസ് എ സീസോ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കിതല്ല വേണ്ട, നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് വേണ്ട കേട്ടോ. Xenon ഹാസ് 5 electron pairs in its valence shell in XeO2F2. വാലൻസ് ഷെല്ലിൽ 5 electron pairs ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. VSEPR തിയറി പ്രകാരം നോക്കാം. ഇവിടെ ഇതൊരു ലോൺ പെയർ ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് പെയർ ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് പെയർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ഇലക്ട്രോൺ പെയർ ഉണ്ട്. സെനോണ് ഡബിൾ ബോണ്ട് അല്ല, 2 ഇലക്ട്രോൺ പെയർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ ഇലക്ട്രോൺ പെയറുടെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോണ്ടിൽ 2 ഇലക്ട്രോൺ പെയർ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. സോ ദിസ് ഈസ് 1 ഇലക്ട്രോൺ പെയർ, അനദർ ഇലക്ട്രോൺ പെയർ. ഇവിടെ നമുക്ക് 2 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്, ഇവിടെ നമുക്ക് 2 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയറിനെ പറ്റി ആലോചിച്ച് നോക്കിയേ. 2, 4, 6, 6, 4, 10, 4, 14 ഇലക്ട്രോൺ എന്ന് വെച്ചാൽ 7 ഇലക്ട്രോൺ പെയർ ഉണ്ട്. 7 ഇലക്ട്രോൺ പെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല, ദിസ് ഇസ് ഫോൾസ്. ഇനി അടുത്തത് OXeO. ഈ ഒരു ബോണ്ടിൻ്റെ ആംഗിൾ എന്ന് 180 ഡിഗ്രിയോട് അടുത്താണ്, ക്ലോസ് ടു 180. തെറ്റ്. എടാ ഇത് നോക്കടാ, ഇതൊരു 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആണോ നിൽക്കുന്നത്? അല്ല, അതൊരു 120 ഡിഗ്രിയോട് അടുത്തൊരു വാല്യൂ വരിക. സോ ക്ലോസ് ടു 180 എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്, ഫോൾസ്. FXeF, അതായത് ഫ്ലൂറിൻ നിങ്ങൾ നോക്കുക ആക്സിയൽ ഡയറക്ഷനിലായതുകൊണ്ട് എക്സാക്ട്ലി 180 ഡിഗ്രി ഒന്നും അല്ലെങ്കിലും ഇറ്റ് ഇസ് ക്ലോസ് ടു 180 എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ദിസ് ഇസ് ട്രൂ. ഓക്കെ, XeO2F2 സെനോണിന് 16 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. തെറ്റ്. 7 ഇലക്ട്രോൺ പെയർ ഉണ്ട്. ദാറ്റ് മീൻസ് 14 ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ. 14 ഇലക്ട്രോൺസ്. ദാറ്റ് മീൻസ് 7 ഇലക്ട്രോൺ പെയർ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ എന്താണ്? തെറ്റാണ്. നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ? B തെറ്റാണ്, C തെറ്റാണ്, Eയും തെറ്റാണ്. B, C, E സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 എന്നായിരിക്കും വരിക.